Friends. നമ്മളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ആദം എന്തിയേ? അതല്ലേലും എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അവന്റെ ശബ്ദത്തില് എന്തോ വിഷമം പോലെ തോന്നി. അതെന്തിന്? എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് വീട്ടിൽ നിന്നും വഴക്ക് കേട്ട് കാണും. ഏയ്, ഇതൊന്നുമല്ല, വേറൊരു കാര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ വരുമല്ലോ, നമുക്കപ്പോ ചോദിക്കാം. ഇവൻ ഈ വിഷമം വരുമ്പോഴെങ്കിലും അല്പം നേരത്തെ വന്നൂടെ? ഇങ്ങ് വരട്ടെ. പോട്ടെ സ്റ്റെഫി, ഇത്തവണ കൂടി ക്ഷമിക്കാം. ദേ, വിഷമക്കാരൻ വരുന്നുണ്ട്. എന്റെ കസിൻ ജോർജ് അടുത്ത ദിവസം തിരികെ പോകുകയാണ്. ഓ, അതായിരുന്നല്ലേ. നീ ഫോൺ ചെയ്തപ്പോൾ എന്തോ ഒരു വിഷമം പോലെ തോന്നി. അതുതന്നെ ആയിരുന്നു പ്രിൻസേ കാരണം. അവനപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ 2 ആഴ്ചയായിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവന്റെ പേരൻസ് വിളിച്ചു, അതാ പോകാൻ കാരണം. വിളി വന്നാൽ പിന്നെ പോയല്ലേ പറ്റൂ ആദം. അല്ല, പേരൻസ് വിളിച്ചാ പിന്നെ പോവണ്ടേ? അവർക്കും കാണില്ലേ മകനെ കാണണമെന്ന ആഗ്രഹം. എനിക്കിനി ആരുമില്ല. വിഷമിക്കാതെ, നിനക്ക് ഞാനുണ്ട്. പിന്നെ നിന്നെ ആർക്ക് വേണം? നമുക്ക് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാൽ നമുക്ക് അവനൊരു ഫെയർവെൽ പാർട്ടി കൊടുക്കാം. അത് കൊള്ളാം. ആദത്തിന്റെ കസിന്റെ പേരെന്താ മോളെ? ജോർജ് ആണോ അമ്മച്ചി? ജോർജ്. അവൻ അടുത്ത ദിവസം തിരികെ പോകുവാണെന്ന് പ്രിൻസ് മോൻ പറയുന്ന കേട്ടു. അപ്പോ ആദത്തിന് വലിയ വിഷമാവുമല്ലോ. മോൻ പറഞ്ഞു ആദം വലിയ വിഷമത്തിലാ ഇന്ന് ഗാർഡനിൽ വന്നതെന്ന്. പാവം, ഇവര് ജോർജിന് എന്തോ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അത് നന്നായി. അവനും ഒരു സന്തോഷാകുമല്ലോ. പ്രിൻസ് വന്നിട്ട് കുടുക്കയൊക്കെ കുലുക്കി നോക്കുന്നത് കണ്ടു. അപ്പോ എല്ലാവരും കൂടി ഷെയർ ഇട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനായിരിക്കും പ്ലാൻ. ആയിരിക്കും. പക്ഷെ കുടുക്കയിൽ നിന്നും ഒന്നും കിട്ടാൻ വഴിയില്ലല്ലോ. മോൻ വന്നായിരുന്നോ? ഗ്രാൻഡ്പാ, എനിക്കൊരു 50 രൂപ വേണം. എന്താ മോനെ അത്യാവശ്യം? ആദത്തിന്റെ കസിൻ ജോർജ് അടുത്ത ദിവസം അവന്റെ നാട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ അവന് വേണ്ടി ഒരു ചെറിയ പാർട്ടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ്പാ. അതിന്റെ ആവശ്യത്തിനാ ഈ ക്യാഷ്. അതിനെന്താ മോനെ, ഗ്രാൻഡ്പ തരാലോ. എന്നാ വേണ്ടത്? നാളത്തേക്ക് മതി ഗ്രാൻഡ്പാ. ശരി ശരി, ജോർജിനെ കാണുമ്പോ ഗ്രാൻഡ്പ തിരക്കിയതായി പറയണം കേട്ടോ. തീർച്ചയായും ഗ്രാൻഡ്പാ. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ 4 പേരും ഒന്ന് ഗാർഡനിൽ ഒത്തുകൂടുന്നുണ്ട്. എന്നിട്ടെന്താണ് പരിപാടി എന്നത് പ്ലാൻ ചെയ്യും. ശരി മോനെ, നടക്കട്ടെ. ഇതെന്തിനാ രണ്ടാമതും ഗാർഡനിൽ പോകുന്നതെന്ന് മമ്മി ചോദിച്ചു. സ്റ്റെഫിക്ക് പറയാൻ മേലായിരുന്നോ ജോർജിന് ഗിഫ്റ്റ് വാങ്ങുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാനാണെന്ന്? ഞാൻ അത് തന്നെ പറഞ്ഞത്. എന്റെ കയ്യിൽ 50 രൂപയുണ്ട്. ഞാനും 50 ആണ് കരുതിയത്. എന്നാൽ എന്റെ 50 നാളെ തരാം.
അവൻ എനിക്കൊരു 50 രൂപ തരാനുണ്ടായിരുന്നു. ഞാനെന്നാൽ ഷെയർ ഇടാൻ അത് ചോദിച്ചാലോ? എന്നിട്ട് ജോർജിനോട് പ്രത്യേകം പറയണം കേട്ടോ, അവന് ഗിഫ്റ്റ് മേടിക്കാനുള്ള ഷെയർ ആണെന്ന്. എന്റെ ആദം, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചോദിക്കണ്ട അല്ലേ? എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ ഏകദേശം 200 രൂപ വരുന്ന ഗിഫ്റ്റ് വാങ്ങിച്ചോളാം. എന്നിട്ട് ജോർജിനെ വിളിച്ചിട്ട് നമുക്ക് എന്റെ വീട്ടിൽ ഒത്തുകൂടാം. എന്താ? ആ, അത് മതി പ്രിൻസേ. ഫ്രണ്ട്സ്, ഇത്ര നല്ലൊരു ട്രീറ്റ് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നോട് കടം വാങ്ങിയ 50 രൂപ നീ തിരിച്ചു തരാനും മറക്കല്ലേടാ. സത്യത്തിൽ ഇവിടുന്ന് പോകുന്ന കാര്യം ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ എല്ലാ വിഷമവും മാറി. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനിലല്ലേ ജോർജ് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ഇനി അതും ഉറപ്പില്ല പ്രിൻസേ. നമ്മളെല്ലാവരും ഇനി മുതിർന്ന ക്ലാസ്സിലേക്കല്ലേ കേറാൻ പോകുന്നത്. ഒത്തിരി പഠിക്കാനൊക്കെ കാണുമായിരിക്കും. ശരിയാ. ജോർജ് ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും അധികം കൂട്ടുകൂടാൻ സാധിച്ചില്ല എന്നൊരു വിഷമമേ ഞങ്ങൾക്കുള്ളൂ. എല്ലാം നല്ലതിനായിരുന്നെന്ന് വിചാരിച്ചാൽ മതി സ്റ്റെഫി. എങ്കിൽ ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് കാണാം. അല്പം ലേറ്റ് ആയി അല്ലേ? അതെ, സാധാരണ അച്ചാൻ ഇത്ര ലേറ്റ് ആകാത്തതാണല്ലോ. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഫംഗ്ഷനോ? ആ, നമ്മുടെ ആദത്തിന്റെ കസിൻ ജോർജ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോ കുട്ടികളെല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ. അതിന്റെ കുറച്ച് കാര്യങ്ങൾക്ക് അവരെ സഹായിക്കാൻ നിന്നു. അതാ ഇത്ര താമസിച്ചത്. ഞാനൊരിക്കൽ ആദത്തിന്റെ കൂടെ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ അവന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്താ യാത്രയാക്കിയത്. ഇങ്ങനെയൊക്കെയല്ലേ അച്ചായ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്? അതേ തോമസേ. അങ്ങനെ ഒരവധിക്കാലം കൂടി കൊഴിഞ്ഞു വീണു. ഹലോ, ഞാനാ. ആ പ്രിൻസേ. ജോർജ് പോയോ ആദം? ആ, ഇറങ്ങി പ്രിൻസേ. ഒരു 5 മിനിറ്റായി കാണും. ഒരു വിഷമം പോലെ. ഇവിടെയും എല്ലാവരും വലിയ വിഷമത്തിലാ. അവൻ ഇത്രയും നാളുണ്ടായിട്ടും നന്നായി ഒന്ന് കൂട്ടുകൂടാൻ പോലും പറ്റിയില്ല. വിഷമിക്കണ്ട പ്രിൻസേ, ഇനിയും വരാമെന്ന് പറഞ്ഞല്ലേ അവൻ പിരിഞ്ഞത്. പ്രിൻസേ, നമ്മളിൽ ആരെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ജോഡി സ്പോർട്സ് ഷൂ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഷൂവോ? അതെ പ്രിൻസേ. നമുക്കെന്നാൽ എല്ലാവർക്കും കൂടെ അത് ഗാർഡനിൽ വെച്ച് നോക്കാം. ആവശ്യമുള്ളവർ അതെടുക്കട്ടെ. എന്നാൽ എല്ലാവരെയും വിളിച്ച് ഗാർഡനിൽ വരാൻ പറയാം. എന്താ? ശരി പ്രിൻസേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ ഈ ഷൂ ആരെടുക്കും? ഇതിപ്പോ നമ്മൾക്കെല്ലാവർക്കും ചേരുന്നുമുണ്ട്. അതെ, അല്ലെങ്കിൽ ഇത് അങ്ങ് ചേരുന്നയാൾക്ക് അങ്ങ് എടുത്താ മതിയായിരുന്നു. അതെ, എന്റെ അഭിപ്രായത്തിൽ ഇത് ആദ്യം തന്നെ എടുക്കട്ടെ.
അതെ, നമ്മൾ 3 പേരും ഏകദേശം സ്ലിം അല്ലേ? ഇവൻ ഇതും ഇട്ട് ഓടി നമ്മളെ പോലെ ആവട്ടെ. നടന്നത് തന്നെ. നടക്കാനല്ല, ഓടാൻ. പിന്നെ നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടേ പറയ്. എടാ, വണ്ണം കുറയ്ക്കുന്നത് നല്ലതല്ലേ? എനിക്ക് ഷൂ വേണ്ട, വേണ്ടേ വേണ്ട. എന്നാൽ പിന്നെ സ്റ്റെഫി എടുക്കട്ടെ. എനിക്ക് വേണ്ട റോമിക്സേ. അതെന്താ സ്റ്റെഫി വേണ്ടാത്തത്? കഴിഞ്ഞ ദിവസമാ മമ്മി ഇതേപോലൊരെണ്ണം ഞങ്ങൾക്ക് 2 പേർക്കും വാങ്ങിയത്. എന്നിട്ട് സ്റ്റെഫി ഇട്ട് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അതിന് ഞാനത് ഇട്ടിട്ട് വേണ്ടേ? അതിനും പുറമെ ഇതുകൂടെ കൊണ്ടുചെന്ന മമ്മി എന്നെ ശരിയാക്കും. പിന്നെന്താ ചെയ്യുക? അത് മാത്രല്ല, എനിക്കിത് അല്പം ലൂസുമാ. എന്നാൽ പിന്നെ റോമാക്സ്, നീ തന്നെ ഇതെടുക്ക്. ഞാനോ? ശരിയാ, ഇത് നീ തന്നെ എടുക്ക്. നിന്റെ ഷൂസ് ആണെങ്കിൽ അല്പം പഴകാൻ തുടങ്ങി. ഇത് സാധാരണ ഷൂസ് ആയിരുന്നേൽ ഞാൻ എടുക്കാമായിരുന്നു. പക്ഷെ ഇത് സ്പോർട്സ് പർപ്പസിനുള്ളതല്ലേ? ഇത് ശരിക്കും ചേരുന്നത് സ്പോർട്സുകാർക്ക് തന്നെയാ. എങ്കിൽ പ്രിൻസേ, ഇത് നീ തന്നെ എടുക്ക്. നീയല്ലേ സ്പോർട്സ് മീറ്റിൽ സാധാരണ സ്ഥിരമായി പങ്കെടുക്കാറുള്ളത്. ശരിയായിരുന്നല്ലോ, ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പോൾ ഇതിനി പ്രിൻസിന് സ്വന്തം. എനിക്ക് വേണ്ട ഫ്രണ്ട്സ്. അതെന്താ? നിനക്ക് ശരിക്കും ഉപകരിക്കും പ്രിൻസേ. അതെ. അതല്ല ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഒരെണ്ണത്തിന് ഓർഡർ കൊടുത്തിരുന്നു. ഒന്നിൽ കൂടുതൽ ആവശ്യമില്ലല്ലോ. എന്റെ പൊന്നും കുരിശു മുത്തപ്പ, ഇതിപ്പോൾ ഇനി എന്താ ചെയ്യുക? നമുക്കിത് ഫെലിക്സിന് കൊടുത്താലോ? ഫെലിക്സിനോ? ശരിയാ, അവനും സ്പോർട്സ്കാരനാണല്ലോ. അവനാണെങ്കിൽ ഇതുപോലൊരെണ്ണം സ്വപ്നം കാണാൻ കൂടി സാധിക്കില്ല. എങ്കിൽ നമുക്കിത് അവന് തന്നെ കൊടുക്കാം. അവന് ശരിക്കും സന്തോഷാവും. എന്നാൽ ഞാൻ പോകുന്ന വഴി അവനെ കേറി കണ്ടോളാം. ഓക്കെ. എന്നാൽ നമുക്ക് പിരിഞ്ഞാലോ? അതിനും ഓക്കെ. നല്ലൊരു കാര്യമാണല്ലോ പ്രിൻസ് മോനെ നിങ്ങൾ ചെയ്തത്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണമുണ്ടായിരുന്നു. അവനിത് കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി കാണുമല്ലേ? അതെ ഗ്രാൻഡ്പാ. അതുമാത്രമല്ല, സ്റ്റെഫിയുടെയും റോമാക്സിന്റെ ആദത്തിന്റെയും വിനയത്തോടു കൂടിയുള്ള നിരസിക്കൽ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. മനുഷ്യത്വത്തിന്റെ പ്രധാന ലക്ഷണം വിനയമാണ്. മോൻ ആ 7 പണ്ഡിതന്മാരുടെ കഥ കേട്ടിട്ടില്ലേ? 7 പണ്ഡിതന്മാരോ? ആ കഥ ഗ്രാൻഡ്പാ പറഞ്ഞു തരാം. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. മത്സ്യബന്ധനമായിരുന്നു ആ നാട്ടുകാരുടെ ഉപജീവന മാർഗം. അധ്വാനശീലരായ അവർ ദൈവിക കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു. ഒരിക്കൽ മത്സ്യബന്ധനത്തിനായി പോയ ഒരു കൂട്ടർക്ക് ഒരു സ്വർണപാത്രം കിട്ടി. ഏവരും അമ്പരന്നു നിന്നു. പല പല അഭിപ്രായങ്ങൾ ഉയർന്നു. ഒടുവിൽ കരയ്ക്കെത്തിയ ശേഷം തീരുമാനിക്കാമെന്നുറപ്പിച്ച് അവർ കര ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കരയിലെത്തിയ അവർ കൈക്കൊണ്ട തീരുമാനം ഇതായിരുന്നു: ഞങ്ങളുടെ നാട്ടിലെ
7 പണ്ഡിതന്മാരിൽ പ്രധാനിക്ക് ആ സ്വർണപാത്രം സമ്മാനമായി നൽകുക. താലസ്, സിയാസ്, പീറ്റാക്കൂസ്, സോളൻ, ചിലോൻ, ക്ലെയോബുലൻസ്, പെരിയാർഡർ എന്നിവരായിരുന്നു ആ പണ്ഡിതന്മാർ. മീൻപിടുത്തക്കാർ താങ്കളുടെ ഉപകാരം താലസിന് നൽകി. 7 പേരിൽ ഏറ്റവും യോഗ്യൻ താലസാണ് എന്ന കാഴ്ചപ്പാടിലാണ് അവർ ആ ഉപഹാരം അദ്ദേഹത്തിന് നൽകിയത്. എന്നാൽ താലസ് ചിന്തിച്ചത് തന്നേക്കാൾ യോഗ്യൻ സിയാസ് ആണെന്നാണ്. തുടർന്ന് സ്വർണപാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടു. സിയാസിനും സമാനമായ ചിന്താഗതി ഉണ്ടായി. ഉപഹാരം വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇപ്രകാരം അത് 7ാമനായ പെരിയാർഡറിന്റെ കൈകളിൽ എത്തപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചതും മറ്റൊന്നായിരുന്നില്ല. അവസാനം ആ ഉപഹാരം വീണ്ടും താലസിന്റെ കൈകളിൽ എത്തപ്പെട്ടു. അദ്ദേഹമാവട്ടെ ആ സ്വർണപാത്രം തന്റെ ആരാധ്യദേവന്റെ ബലിപീഠത്തിൽ സമർപ്പിച്ച് തൊഴുതു നിന്നു. എത്ര നല്ല കഥയാ ഗ്രാൻഡ്പാ ഇത്. ഈ കഥ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല മോനെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആവണം. വിനയമാണ് വലിയ വ്യക്തിത്വത്തിന്റെ ഭൂഷണം.